ദാഫിഉൽ ബലാഇ വൽ വബാഇ വൽ ഖഹ്തി വൽ മറദി വൽ അലം. ദാഫിഉൽ ബലാഇ ബലാഇനെ തട്ടുന്ന ആളാണ്. വൽ വബാഇ രോഗത്തെയും, വൽ ഖഹ്ത് ക്ഷാമത്തെയും, വൽ മറദ് രോഗത്തെയും. കാലത്തിൽ വരുന്ന ചില പ്രത്യേക രോഗങ്ങൾക്ക് വബാ എന്ന് പറയും, പൊതുരോഗങ്ങൾക്ക് മറദ് എന്നും പറയും. അലം രോഗവും കൊണ്ടുവരുന്ന വേദനയെയും. ഇതിൽ ബലാ എന്ന പൊതുവാക്കിന്റെ തഖ്സീസാത്തുകളാണ് ബാക്കിയുള്ളതെല്ലാം. ദാഫിഉൽ ബലാഇ ബലാഇനെ തട്ടുന്ന ആൾ. ബലാ എന്നാൽ ഏതൊരു മുസീബത്തിനും ഏതൊരു പ്രയാസകരമായ കാര്യത്തിനും ബലാ എന്ന് പറയും. അസ്വദഖത്തു റദ്ദുൽ ബലായ, ഏത് മുസീബത്തിനെയും തടയാൻ കഴിയും. അത് ഏത് മുസീബത്ത് അത് ആകാം. ആ മുസീബത്ത് ചിലപ്പോൾ രോഗമാകാം, ചിലപ്പോൾ ക്ഷാമമാകാം, ചിലപ്പോൾ അത് ആക്സിഡന്റ് ആവാം, ചിലപ്പോൾ മനുഷ്യരുടെ മാനഹാനിയാവാം, ചിലപ്പോൾ നഷ്ടാവാം. ഇതിനൊക്കെ പറയുന്ന പേരാണ് എന്ത്? ബലാ. ഇനി അതിന്റെ തഖ്സീസാത്തുകളാണ് പിന്നെ പറയും. ദാഫിഉൽ ബലാ, ബലാഇന്റെ തഖ്സീസാണ്, അതിന്റെ ചുരുക്കപ്പെട്ടതാണ് എന്ത്? വബാ. വബാ എന്നാൽ കാലമുസീബത്തായ രോഗം. ചില പ്രത്യേക കാലത്ത് വരുന്ന രോഗങ്ങൾക്കാണ് വബാ എന്ന് പറയുന്നത്. പ്ലേഗ് ഒരു വബാ ആണ്, കൊറോണ ഒരു വബാ ആണ്. ചില പ്രത്യേക കാലത്ത് വരുന്ന ഒരു രോഗം, അതാണ് വബാ. പ്ലേഗ് പോലെയൊക്കെയുള്ള സംഗതികൾ. ദാഫിഉൽ ബലാഇ വൽ വബാഇ വൽ ഖഹ്ത്. ഖഹ്ത് എന്നാൽ ക്ഷാമം. മനസ്സിലായില്ലേ? സ്വാഭാവികമായി വരുന്ന ക്ഷാമങ്ങൾ, യുദ്ധക്കെടുതികൾ കൊണ്ടുവരുന്ന ക്ഷാമങ്ങൾ, ഇതെല്ലാം ഖഹ്തിൽ ഉൾപ്പെടും. വൽ മറദി എപ്പോഴും ഉണ്ടായേക്കാവുന്ന രോഗം. വൽ അലം വേദനയും. ഇതെല്ലാം ദാഫി ആണ് മുഹമ്മദ് മുസ്തഫ. ഇതെല്ലാം പ്രതിരോധിക്കുന്ന ആളാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തുകൊണ്ടാണ് പ്രതിരോധിക്കുന്ന ആളെന്ന് പറഞ്ഞത്? എന്തുകൊണ്ടാണ് പ്രതിരോധിക്കുന്ന ആളെന്ന് പറഞ്ഞത്? ഇവിടെയൊക്കെ ഭാഷാപരമായി മനസ്സിലാക്കാൻ കഴിയാത്ത ചില അക്രമികളായ ആളുകളുണ്ട്. അവരാണ് സത്യത്തിൽ സമൂഹത്തെ തെറ്റായ ദിശയിലേക്ക് നയിച്ചിട്ടുള്ളത്. ഇവിടെ തടയുന്ന ആൾ എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥം എന്ന് നമ്മൾ ചിന്തിക്കണം. തടയുന്ന ആൾ ആര് തന്നെ? തടയുന്ന ആൾ അള്ളാഹു തന്നെ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ന ആള് റസൂലല്ലേ? റസൂൽ അള്ളാഹു അല്ലാത്തതെല്ലാം അല്ലേ? ഗവർണർ എന്നാൽ ആരാണ്? പ്രസിഡന്റിന്റെ ഒരു സംസ്ഥാനത്തെ സാന്നിധ്യമാണ്, ഭരണഘടനയുടെ സാന്നിധ്യമാണ്. അതാണല്ലോ ഒരു പ്രശ്നം ഉണ്ടായിത്തീരുന്നത് പലപ്പോഴും. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ച് ഭരണഘടനയുടെയും പ്രസിഡന്റിന്റെയും സാന്നിധ്യമാണല്ലോ ആര്? ഗവർണർ. അപ്പോൾ പ്രസിഡന്റിനോട് പറയാവുന്നതും ചിലപ്പോൾ മുഖ്യമന്ത്രിയോട് പോലും പറഞ്ഞാൽ തീരാത്തതുമായ കാര്യങ്ങൾ പറയാവുന്ന ഒരു പൊസിഷനിലാണ് ആരുള്ളത്? ഗവർണർ ഉള്ളത്. ഗവർണർക്ക് ആരുമാകാം. ഗവർണർ ആരുമാണ്. ഗവർണർ ഞാൻ ഇന്ത്യൻ പ്രസിഡന്റ് ആണെന്ന് മാത്രം പറയുന്നതേ ഉള്ളൂ. ഞാനാണ് ഇന്ത്യൻ പ്രസിഡന്റ് എന്ന് പറയാൻ ഗവർണർക്ക് അധികാരമില്ല. ബാക്കി എന്തു പറയാ? കാരണം അയാൾ പ്രസിഡന്റിന്റെ സാന്നിധ്യമാണ്. രാജാവ് ഒരു നാട്ടിലേക്ക് മന്ത്രി അയച്ചാൽ രാജാവിനോട് പറയാനുള്ളതെല്ലാം ജനങ്ങൾ ആരോട് പറയും? എന്തുകൊണ്ട്? അയാൾ റസൂലല്ലേ? റസൂൽ എന്നാൽ ദൂതൻ. ആരുടെ? രാജാവിന്റെ. അയാൾ ഏൽക്കുക എന്നാൽ രാജാവും അയാളും അനുസരിച്ച് ബന്ധത്തിനനുസരിച്ച് അയാളുടെ സ്വീകരണം എന്ന് പറഞ്ഞാൽ സംശീകരണമായിരിക്കും. ഉദാഹരണം പറയാം, ഈ രാജാവും ഈ മന്ത്രിയും തമ്മിൽ അകലമുണ്ട് എങ്കിൽ നാട്ടുകാരൊരു കാര്യം പറഞ്ഞാൽ എന്താണ് മന്ത്രി പറയാ? നോക്കട്ടെ, അയാളൊരു മോശകോടനാണ്, അങ്ങനെ പറയാം. അതേമാതിരി രാജാവും മന്ത്രിയും തമ്മിൽ വലിയ ബന്ധവും എന്തും നടത്താവുന്ന ഒരു ബന്ധം ഈ മന്ത്രി രാജാവും തമ്മിലുണ്ടെങ്കിൽ എന്താ രാജാവ് പറയാ? എന്താ മന്ത്രി പറയാ? ഏതോ ഒരാൾ. അപ്പൊ നിങ്ങളോട് പറഞ്ഞിട്ട് കാര്യമല്ല, രാജാവിനോട് പറയണ്ടാണ്. എനിക്കിവിടെ പറയണോന്ന് അറിയില്ല എന്ന് വെച്ചാൽ ജീവനെന്തിനോട് ഒന്നു കഴിക്കും. സത്യത്തിൽ അയാൾ സ്വീകരിക്കുന്നത് മന്ത്രിയുടെ പരിധിയിൽ നിന്നല്ല, പകരം രാജാവിന്റെ ദൂതൻ എന്ന നിലയിലാണ്. അയാൾക്ക് എന്ത് പറയാൻ പറ്റൂല? രാജാവ് പറയാൻ പറ്റില്ല. രാജാവാണെന്ന് പറഞ്ഞാൽ രാജാവ് പടയെ പറഞ്ഞേക്കും. 1803 നെപ്പോളിയൻ ബോണപ്പാർട്ടിനെ പട്ടാളത്തെ തകർക്കാൻ വേണ്ടി ഉസ്മാനികൾ എന്ത് ചെയ്തു? മുഹമ്മദ് അലി പാഷയെ മിസ്രിലേക്ക് വെച്ചു. നെപ്പോളിയൻ AD 1798 അലക്സാണ്ട്രിയ കയറുന്നത്. AD അലക്സാണ്ട്രിയ അല്ല, മെഡിറ്ററേനിയന്റെ ജെറൂസലേം ഏരിയ, അവിടെ കയറുന്നത് AD 1798. പിന്നെ കയറി വന്നു. സിനായ് മരുഭൂമിയും കടന്ന് അവർ കൈറോയിലെത്തി. എന്നിട്ട് 1798
നെപ്പോളിയന്റെ അധികാരം വന്നു, ഫ്രാൻസിന്റെ അധികാരം വന്നു ഈജിപ്തിൽ 1798, 1799, 1800. 1800 ക്ലാപ്പർ എന്ന തന്റെ ഒരു പ്രതിനിധിയെ ഈജിപ്തിൽ ഗവർണറായി നിശ്ചയിച്ചിട്ട് നെപ്പോളിയൻ ഫ്രാൻസിലേക്ക് തിരിച്ചുപോയി. അതിന് കാരണം എന്താ? ഫ്രാൻസിലേക്ക് തിരിച്ചു പോകേണ്ട ഉദ്ദേശം അപ്പോൾ നെപ്പോളിയൻ ഇല്ല. എന്തുകൊണ്ടെന്നാൽ അറേബ്യൻ ഉപഭൂഖണ്ഡം മുഴുവൻ പിടിച്ചടക്കലായിരുന്നു അദ്ദേഹത്തിന്റെ ലക്ഷ്യം, എല്ലാ ഭാഗവും. അതിന് പ്രധാനപ്പെട്ട ഒരു കാരണവും ഉണ്ടായിരുന്നു. എന്തുകൊണ്ട്? ബ്രിട്ടനും ഫ്രാൻസും തമ്മിൽ നൂറ്റാണ്ടുകൾ നിലനിൽക്കുന്ന ഒരു ശത്രുത. നൂറ്റാണ്ടുകൾ ബ്രിട്ടനും ഫ്രാൻസും തമ്മിൽ ഒരു ശത്രുത നിലനിന്നിട്ടുണ്ട്. അതൊരു നിലക്ക് ഇന്നും നിലനിൽക്കുന്നുമുണ്ട്. അവരുടെ രണ്ടാളുടെയും ഇടയിൽ ഒരു മീഡിയേറ്റർ ഉള്ളത് കൊണ്ട് മാത്രമാണ് ഇപ്പോൾ അത് പ്രകടമാകാത്തത്. ആ മീഡിയേറ്ററാണ് അമേരിക്ക. ഈ ബ്രിട്ടനും ഫ്രാൻസും തമ്മിലുള്ള ബ്രിട്ടന്റെ കോളനികളാണ് ഇതെല്ലാം. ഏകദേശം ഏഷ്യൻ രാജ്യങ്ങൾ ബ്രിട്ടന്റെ കോളനിയാണ്, ആഫ്രിക്കൻ രാജ്യങ്ങൾ ബ്രിട്ടന്റെ കോളനിയാണ്, ഇന്ത്യയിലെ ഏകദേശ രാജ്യങ്ങളെല്ലാം ബ്രിട്ടന്റെ കോളനിയാണ്. അപ്പോൾ ബ്രിട്ടന്റെ കരുത്ത് തളർത്തുക എന്നതായിരുന്നു നെപ്പോളിയൻ ലക്ഷ്യം. നെപ്പോളിയനെ പറ്റി പറഞ്ഞാൽ നെപ്പോളിയൻ ഒരു മതവിശ്വാസിയില്ല, ഒരു തനി പൊളിറ്റിക്സ്, ഒരു പൊളിറ്റീഷ്യൻ. അവസാനം മുസ്ലിമായിട്ടാണ് മരിച്ചത് എന്ന അഭിപ്രായമുണ്ട്. ഞാനത് പിന്നീട് പറയാം. ആ വിഷയത്തിൽ ഗ്രന്ഥങ്ങൾ വന്നിട്ടുണ്ട് ലോകത്ത്. അതൊന്നും ഞാൻ വെറുതെ പറയല്ല, കൃത്യം എവിഡൻസോടുകൂടി ഒരു വാക്ക് പറഞ്ഞു. ഞാൻ നെപ്പോളിയനെ പറ്റി മൂസ ബോണപ്പാർട്ട് എന്ന പേരിലാണ് അദ്ദേഹം നിൽക്കുന്നത്. അവസാനം ഈ വിഷയത്തിലൊക്കെ ഗ്രന്ഥങ്ങൾ വന്നിട്ടുണ്ട്. അതല്ല നമ്മൾ ചർച്ച. നെപ്പോളിയൻ സത്യത്തിൽ എന്ത് ചെയ്തു? 200ഓളം യുദ്ധങ്ങളിൽ ബ്രിട്ടനെതിരെ യൂറോപ്പിൽ ജയിച്ചു നിൽക്കുന്ന സമയം 200ഓളം യുദ്ധം നടത്തി. അതിലെല്ലാം നെപ്പോളിയൻ ജയിച്ചു. ജർമ്മനി പിടിച്ചടക്കി. യൂറോപ്പിൽ അക്ഷരരായി കഴിഞ്ഞിരുന്നത് വേണമെങ്കിൽ പറയാം. കുഴപ്പക്കാരായതുകൊണ്ട് പല നാട്ടുകാരും തിരസ്കരിച്ച ഒരു വിഭാഗമാണ് ജൂതന്മാർ. ആ ജൂതന്മാർക്ക് വേണ്ടി ഒരു പ്രത്യേക ഏരിയ തുറന്നു കൊടുത്തു. ആ ഏരിയയാണ് ജർമ്മനി. അതുകൊണ്ടാണ് പിന്നീട് ജർമ്മനിയിൽ പ്രശ്നമുണ്ടായത്. എന്താ ജർമ്മനിയിൽ പ്രശ്നം? വന്നവരും തദ്ദേശീയരും. ഇതാണ് നാസി കക്ഷി വരുന്നത് 900-ന് ശേഷം. അതാണ് അഡോൾഫ് ഹിറ്റ്ലറുടെ പ്രശ്നം. പിന്നീട് വാട്ടർലൂയിൽ ഫ്രാൻസ് തോൽക്കുന്നുണ്ട്. ചില ചതികളാ കാരണം വാട്ടർലൂ യുദ്ധത്തിൽ നെപ്പോളിയൻ തോറ്റുപോയി. അപ്പൊ അതിന്റെ മുമ്പ് വാട്ടർലൂ, പിന്നെ ലാസ്റ്റ് ആണ് വാട്ടർലൂവിന് ശേഷം പിന്നെ ബ്രിട്ടൻ നെപ്പോളിയനെ ബാൾക്കൻ ദ്വീപിലേക്ക് നാട് കടത്തി. അവിടെ പിന്നെ ഒരു ദ്വീപിൽ ഒരു പരിചാരകനും നെപ്പോളിയനും ഒറ്റക്കാണ് മരിക്കുന്നത്. അവസാനം മരിക്കുന്നത് 1819 മറ്റാണ് മരിക്കുന്നത്. ആര്? നെപ്പോളിയൻ. അപ്പൊ ഇതിനിടയിൽ നെപ്പോളിയൻ നേരെ വരുന്നുണ്ട് എങ്ങോട്ട്? മിഡിൽ ഈസ്റ്റിലേക്ക്. മിഡിൽ ഈസ്റ്റിൽ ഏകദേശ സാന്നിധ്യം ബ്രിട്ടന്റെ സാന്നിധ്യമായിരുന്നു ഉണ്ടായിരുന്നു. അപ്പൊ ബ്രിട്ടൻ എവിടെയൊക്കെ കൈവച്ചോ അവിടെയൊക്കെ അടിച്ചിട്ട് തകർക്കുക എന്നായിരുന്നു ഉദ്ദേശ്യം. ആരുടെ? നെപ്പോളിയന്റെ. അങ്ങനെയാണ് നെപ്പോളിയൻ 1798 മെഡിറ്ററേനിയൻ കയറി വന്നു. 1800 ബ്രിട്ടൻ ഫ്രാൻസിൽ നിന്ന് നെപ്പോളിയൻ പോന്നപ്പോൾ ബ്രിട്ടൻ അവിടെ ചാരന്മാരയച്ചിട്ട് 1800 ആഭ്യന്തര കലാപം ഉണ്ടാക്കി ഫ്രാൻസിൽ. അപ്പോൾ നെപ്പോളിയൻ തിരിച്ചുപോയി. ക്ലാപ്പറെ ഭരണാധികാരിയാക്കി നിർത്തി. ക്ലാപ്പർ 1803 വരെയും ക്ലാപ്പർ ഉണ്ടായി. ക്ലാപ്പർ പിന്നെ കൊലപ്പെടുത്തി. സുലൈമാനുൽ ഹലബി എന്ന ഒരു അസ്ഹരി പണ്ഡിതനാണ് ക്ലാപ്പറെ കൊന്നത്. അതിന് കാരണം നെപ്പോളിയന്റെ പട്ടാളം അസർ ഷെരീഫ് ഇടിച്ചു നിരത്തി തകർത്ത് തൈപ്പണാക്കി. പിന്നെ നെപ്പോളിയന്റെ സൈന്യം നെപ്പോളിയൻ അല്പം ക്ഷീണിച്ചു. രണ്ട് കാരണങ്ങളാൽ. ഒന്ന്, ആഭ്യന്തര കലാപം കൊണ്ട് ഫ്രാൻസിന് പുറം നാട്ടിലേക്ക് നോക്കാൻ കഴിഞ്ഞില്ല. രണ്ട്, ഗവർണറായി നിശ്ചയിച്ച ക്ലാപ്പർ കൊല ചെയ്യപ്പെട്ടു. അങ്ങനെയൊക്കെ ക്ഷീണം വന്നപ്പോൾ ഈ അവസരം ഉസ്മാനികൾ മുതലെടുത്തു. ഉസ്മാനികൾ എന്ത് ചെയ്തു? 1803 ഉരുക്കു മനുഷ്യനായ മുഹമ്മദ് അലി പാഷയെ ഈജിപ്തിലേക്ക് അയച്ചു. അദ്ദേഹമാണ് ഉസ്മാനികളുടെ സൈന്യാധിപനായി വരുന്നത്. 1805 അദ്ദേഹം പൂർണ്ണമായി നെപ്പോളിയൻ സൈന്യത്തെ ഫ്രാൻസിലേക്ക് നാടുകടത്തുകയും തിരിച്ചോടിക്കുകയും പൂർണ്ണമായും ഈജിപ്ത് ഉസ്മാനികളെ കയ്യിലാക്കുകയും ചെയ്തു. ഏതുവരെ? 1809 വരെ. 1809 മുഹമ്മദ് അലി പാഷ സ്വയം രാജാവായി പ്രഖ്യാപിച്ചു. ആ ചരിത്രങ്ങളൊന്ന് മനസ്സിലാക്കുകയും ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. എനിക്ക് രണ്ടുദ്ദേശം ഇത് പറഞ്ഞപ്പോൾ ഒന്നുകൂടി ഇറങ്ങിയാൽ പറഞ്ഞ എന്താ? ഏരിയ പഠിക്കണം. എപ്പോഴും ചരിത്രം പഠിച്ചിരിക്കണം. ഉള്ളൂവിന്റെ മസല അറിയില്ലെങ്കിലും ചരിത്രമില്ല. ഉള്ളൂവിന്റെ മസല തൊട്ടടുത്ത നാളോട് ചോദിച്ചാലും ചരിത്രം പഠിച്ചേ മതിയാവും. മുസ്ലിമീങ്ങൾക്ക് സംഭവിച്ച നഷ്ടം ചരിത്രം നഷ്ടപ്പെട്ടു. ഓർക്കും അറിയില്ല. ചരിത്രം പഠിക്കാതെ വരുമ്പോൾ പ്രശ്നം എന്താ? ആര് നേരെ മുന്നേക്കട കയറിന്നാലും ഇവനാണ് ഒറിജിനൽ എന്ന് മനസ്സിലാക്കും. അതുകൊണ്ട് ജനത നന്നാവണമെങ്കിൽ ആ ജനത ചരിത്രം പഠിക്കും.
ഞാൻ ലേശങ്ങൾക്ക് ആ കാര്യം പറഞ്ഞതാ. 1849 മുഹമ്മദ് അലി പാഷ മരിക്കുന്നത്. ഇനി സത്യം പറയാം, മുഹമ്മദ് അലി പാഷ പിന്നെ രാജാവ്, സ്വയം രാജാവ്. മുഹമ്മദ് അലി പാഷക്കെതിരെ പടപ്പുറപ്പാടിന് ഒരുങ്ങി ആര്? ഉസ്മാനികൾ. പക്ഷേ അവർക്കപ്പോൾ പുറത്തുപോയി ഒരു യുദ്ധം നടത്താവുന്ന സാഹചര്യം ഇല്ല. അതുകൊണ്ട് അവർ പുറത്തു പോകും. മാത്രമല്ല മുഹമ്മദ് അലി പാഷ വളരെ കരുത്തുള്ളവരാണ്. അത് അദ്ദേഹം ഒരിക്കലും ഉസ്മാനികൾക്കെതിരാവുകയും ഇല്ല. എന്നാൽ അയാൾക്ക് രാജാവാകണമെന്നുണ്ട്. എന്തുകൊണ്ട്? അദ്ദേഹത്തിന്റെ സ്വയം താല്പര്യങ്ങൾ നടപ്പിലാക്കാം. ഗുണ ഉദ്ദേശം ഉണ്ടാവും. എന്താ ഗുണ ഉദ്ദേശം? ഉസ്മാനികളുടെ ഭാഗമായി നിന്നാൽ, ഉസ്മാനികൾ എന്ന് പറഞ്ഞാൽ യൂറോപ്പിന്റെ പകുതി, ഏഷ്യ, ആഫ്രിക്ക മുക്കാൽ ഭാഗവും, ഇന്ത്യ അടക്കം ഗുജറാത്ത് വരെ ഉള്ള പ്രവിശാലമായ ഒരു ലോകത്തായിരുന്നു ആരുടേത്? അവിടുത്തെ ഭാഗമായി നിന്നാൽ പലപ്പോഴും പുരോഗതി എന്നത് ഒരു നാട്ടിലേക്ക് എപ്പോഴെങ്കിലും വരുള്ളൂ. എന്നാൽ മുഹമ്മദ് അലി പാഷ ഒറ്റക്കണം നിന്നപ്പോൾ ഈജിപ്തുകാർക്ക് അത് ഇഷ്ടപ്പെടും ചെയ്യും. ഒന്ന്, അദ്ദേഹം കരുത്തരം. അദ്ദേഹമാണ് അച്ചടി യന്ത്രം ആദ്യമായി ഈജിപ്തിൽ കൊണ്ടുവന്നത്. അദ്ദേഹമാണ് ആവിക്കപ്പൽ ആദ്യമായി ഈജിപ്തിൽ കൊണ്ടുവന്നത്. അദ്ദേഹമാണ് ആദ്യമായി ഈജിപ്തിൽ റെയിൽ നടപ്പിലാക്കിയത്, തീവണ്ടി നടപ്പിലാക്കിയത്. ഒരുപാട് എത്രത്തോളം എന്ന് പറഞ്ഞാൽ അദ്ദേഹമാണ് സൂയസ് കനാലിനുള്ള എല്ലാം കരുതി വെച്ചത്. പക്ഷേ സൂയസ് കനാലിന്റെ കടലാസ് വർക്ക് പൂർത്തിയാവുകയാണ് 1849. ആ വർഷം അദ്ദേഹം മരിച്ചു. പൂർത്തിയാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. പിന്നെ അദ്ദേഹത്തിന്റെ മകൻ 1859 മുതൽ 1869 വരെയുള്ള 10 വർഷം കാലഘട്ടം കഠിനാധ്വാനം ചെയ്തിട്ടാണ് എന്തുണ്ടായത്? സൂയസ് കനാൽ. ഇസ്മായിൽ പാഷ സൂയസ് കനാൽ ഏതാ കാലം? 1859 മുതൽ 1860. അപ്പോഴത്തെ ഒരു പ്രശ്നം സംഭവിച്ചു. എന്തുകൊണ്ട്? വലിയ പ്രശ്നം. അദ്ദേഹത്തിന്റെ കുശാഗ്ര ബുദ്ധിയും കരുത്തും പിൻഗാമികൾക്കുണ്ടായില്ല. ബാപ്പ പറഞ്ഞ പദ്ധതി നടപ്പിലാക്കി. പക്ഷേ അപ്പോഴത്തെ ഈജിപ്ത് തകർത്തു. അപ്പോൾ പിന്നെ 1871 സൂയസ് കനാൽ അവർ ബ്രിട്ടനിൽ ലീസിന് കൊടുത്തു. 99 വർഷത്തിൽ 1869 അവസാനിച്ചു സൂയസ് കനാലിന്റെ പണി. സൂയസ് കനാൽ എന്ന് പറഞ്ഞാൽ ഒരു ദിവസം ചുരുങ്ങിയത് $1,00,000 കിട്ടും. $1,00,000 $1,00,000 ഒരു ദിവസം കിട്ടും സൂയസ് കനാൽ. എന്തുകൊണ്ട്? മെഡിറ്ററേനിയൻ ചുറ്റി, അറ്റ്ലാന്റിക് ചുറ്റി, ഇങ്ങനെ ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് ഇങ്ങനെ കയറി വന്നിട്ട് കൊടുക്കേണ്ട ചരക്കുകൾ ചില്ലറ മണിക്കൂറുകൾ കൊണ്ട് 192 കിലോമീറ്ററാണ്. എവിടെ നിന്ന്? മെഡിറ്ററേനിയൻ സമുദ്രത്തിൽ നിന്ന് നേരെ സൂയസ് പട്ടണത്തിലേക്ക്. സൂയസ് പട്ടണത്തിലെത്തിയാൽ എന്തുണ്ട് അവിടെ? ഉൾക്കടലുണ്ട്. എന്തിന്റെ? ചെങ്കടലിന്റെ. സൂയസ് ഉൾക്കടൽ. സൂയസ് ഉൾക്കടൽ നേരെ ചേരുന്നുണ്ട് എന്തിലേക്ക്? ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്കും എല്ലാത്തിലേക്കും. അവിടെ പൊട്ടിച്ചാൽ മതി. ഒന്നും ആ 192 കിലോമീറ്ററാണ്. ഈ 192 കിലോമീറ്റർ കരഭൂമി ആയതുകൊണ്ടാണ് ഒരു കാലത്ത് യൂറോപ്പിലേക്കുള്ള ചരക്കുകൾ 4-5 മാസം ചുറ്റിയിട്ട് പോകും. എങ്ങോട്ട്? ഇന്ത്യയിൽ നിന്ന് യൂറോപ്പിലേക്കും, യൂറോപ്പിൽ നിന്ന് ഇന്ത്യയിലേക്കും. അതിനിടയിൽ കടൽ കൊള്ളക്കാർ. അത്തരം ഇന്ധനങ്ങൾ, സുരക്ഷിതത്വ നഷ്ടം, കാറ്റും കോളും, കപ്പൽ മുങ്ങിപ്പോകൽ, ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ലോകത്ത് വന്നപ്പോൾ അതിനുള്ള പരിഹാരമാണ് എന്ത്? സൂയസ് കനാൽ. മെഡിറ്ററേനിയൻ സമുദ്രത്തിൽ നിന്ന് സൂയസ് പട്ടണത്തിലേക്ക് 192 കിലോമീറ്റർ ആണ്. അതിനിടയിൽ 2 മേൽപ്പാലമുണ്ട്. സൂയസ് കനാലിന്റെ പ്രത്യേകത എന്താണ്? സൂയസ് കനാൽ ഒരേ ഒരു എഡ്ജ് എന്ന് പറഞ്ഞാൽ ഏഷ്യൻ ഒരു അറ്റം, ഏഷ്യൻ ഒരറ്റം, ആഫ്രിക്കൻ. ഞാൻ സൂയസ് കനാലിലൂടെ പോകുമ്പോൾ വിചാരിക്കും ഞാൻ ഇപ്പൊ ഏഷ്യയിലല്ല. മനസ്സിലായില്ല. സിനായ് മരുഭൂമി കിടന്നാൽ നേരെ അങ്ങോട്ട് കയറാം, തിരിച്ചു വരും. ഈ വിഷയം പറഞ്ഞപ്പോ ഞാൻ ആ ചരിത്രത്തിന്റെ ഏരിയ ഞങ്ങൾ കേൾപ്പിച്ചാണ്. അതൊക്കെ നിങ്ങൾക്ക് പാഠാണ്. ഇതൊക്കെ നിങ്ങൾ ചിന്തിക്കണം, ഇതൊക്കെ നമ്മൾ അറിയണം. ഇസ്മായിൽ പാഷ മുഹമ്മദ് അലി പാഷയുടെ മകനാണ്. മുഹമ്മദ് അലി പാഷക്ക് പാഷ വലിയ കരുത്തുള്ള രാജാവാ. ആരൊക്കെ കരുത്ത എന്നല്ല. 1809 മുതൽ ഇദ്ദേഹം സ്വയം രാജാവായി പ്രഖ്യാപിച്ചിട്ടും 1813 1818 ഇടയിൽ മക്ക മദീന ഷെരീഫുകളിൽ നിന്ന് വഹാബികളെ തുരത്താൻ ഉസ്മാനികൾ ഏൽപ്പിച്ചത് മുഹമ്മദ് അലി പാഷ. വഹാബികൾ തുരത്തപ്പെട്ടു. മക്കയിൽ നിന്ന് മദീനയിൽ കയറി നായാട്ട് നടത്തിയിരുന്നു വഹാബികൾ. 1-ാം വഹാബി സ്റ്റേറ്റ് 1806. 1818 അവരെ പൂർണ്ണമായി പുറത്താക്കി. 1813 മുതൽ 1818 വരെ വഹാബികളെ പുറത്താക്കുന്ന യജ്ഞം നടത്തിയത് മുഹമ്മദ് അലി പാഷയാണ്. ആർക്കു വേണ്ടി? ഉസ്മാനി തുർക്കികൾക്ക് വേണ്ടി. ഈ നാട് അദ്ദേഹം പിടിച്ച അദ്ദേഹത്തിന്റെ അടിസ്ഥാന ഭരണം ഏതാണ്? ഉസ്മാനി തുർക്കികളാണ്. അപ്പൊ തുർക്കികൾക്ക് വേണ്ടി ഇത് അദ്ദേഹം ചെയ്തു കൊടുത്തു. അവിടെ അദ്ദേഹം അധികാരമാണെന്നില്ല. ഈജിപ്തിൽ കിട്ടണമെന്നേ ഉള്ളൂ. ഇത് ഉസ്മാനികൾക്ക് തന്നെ കൊടുത്തു ചെയ്തു. അപ്പൊ ഇവിടെ പ്രശ്നമൊന്നും
ഉണ്ടായില്ല. പക്ഷെ പ്രശ്നം ഉണ്ടാകാവുന്ന ഒരു സാഹചര്യമാണത്. ആ രാജാവായി പ്രഖ്യാപിക്കുന്ന 1809 വഹാബികൾക്കെതിരെയുള്ള പ്രവർത്തനം തുടങ്ങുന്ന 1813 18 അവസാനത്തെ രാജാവായ തുർക്കിബിൻ അബ്ദില്ല എന്ന രാജാവിനെ, വഹാബി രാജാവിനെ അവർ കൊണ്ടുപോയി തലവെട്ടി തുർക്കികൾ. അതിന് കാരണം അബ്ദുൽ മജീദ് രാജാവ് കാഫറാണെന്ന് പ്രഖ്യാപിച്ചു. അതാണ് മുസ്ലിമിനെ കാഫറാക്കിയപ്പോൾ അബ്ദുൽ ഹമീദ് ഒന്നാമൻ മരിക്കുന്നത് 1806 വയോവൃദ്ധനായ ആൾക്ക് വഹാബികൾ കത്തയച്ചു, അസ്ലിം തസ്ലം വഇല്ലാ ഫഇന്ന അലൈക ഇസ്മാത് ബായിക്. ഈ വാക്ക് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും. ഇതിവിടെ അയച്ചിട്ടുണ്ട്. ആർക്ക്? ഈ കേസ് ഇതേ കത്താണ് അബ്ദുൽ ഹമീദിനെ ഒന്നാമൻ അയച്ചത്. രാജാവ് ഗാഫറാണെന്നാൽ തുർക്കിബിൻ അബ്ദില്ല എന്ന അവസാനത്തെ വഹാബി രാജാവ് കത്തയച്ചു 1806. 1807 രോഗശൈലിയിലായ രാജാവ് മരിച്ചു. 1807 1806 ഈ കത്ത്. മക്കായും മദീനായും പിടിച്ചടക്കി തുർക്കികളായിരുന്നു. എന്നിട്ട് പ്രഖ്യാപിച്ചു തുർക്കി രാജാവ് എന്താ കാഫറാന്ന് പറയാൻ കാരണം അശ്അരി മാതുരിദി അടക്കമുള്ള ലോകത്തുള്ള എല്ലാ ത്വരീഖത്തുകൾക്കും സുന്നി വിശ്വാസങ്ങൾക്കും അഭയം കൊടുക്കുന്ന ആൾ ആയതുകൊണ്ട് മാത്രമല്ല 4 മദ്ഹബിന്റെയും അശ്അരി മാതുരിദി വിശ്വാസ സരണികളുടെയും പ്രചാരകരായിട്ടാണ് അവർ അറിയപ്പെടുന്നത്. അതെല്ലാം അവരുടെ വിശ്വാസപ്രകാരം കുഫ്റാണ്. അതുകൊണ്ട് അതിനെ പ്രൊമോട്ട് ചെയ്യുന്ന രാജാവ് മാത്രമല്ല വന്യവയോധികനായ രാജാവ് പിറ്റേ കൊല്ലം മരിച്ചു. രോഗശൈലിയിൽ കിടക്കുമ്പോൾ രാജാവിന് കത്തയക്കും. അപ്പോൾ പിന്നെ അവര് അന്ന് തുർക്കികളെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രശ്നങ്ങളാണ്. തുർക്കികളുടെ കൂടെയാണെന്ന് ബ്രിട്ടീഷ്. പക്ഷെ ചതിയാണ്. ഏറ്റവും കൂടുതൽ ചാരന്മാരും എവിടെയാണ്? തുർക്കികൾ. ഈ ലോകം മുഴുവൻ നശിപ്പിച്ചത് ബ്രിട്ടനാണ്. ഈ ലോകം മുഴുവൻ നശിപ്പിച്ചിട്ടുള്ളത് ബ്രിട്ടനാണ്. അപ്പൊ ചുരുക്കത്തിലാണ് വിഷയത്തിലേക്ക് തിരിച്ചറിയാൻ. അപ്പൊ എന്താ ഇത് പറയാനുള്ള കാരണം എന്നാൽ പറഞ്ഞത് ഇപ്പൊ എന്താണെന്നറിയോ? നാഫിഉൽ ബലാ എന്ന് പറയാൻ വേണ്ടി പറഞ്ഞതാണ്. പക്ഷെ ഞങ്ങൾക്ക് ഈ പറഞ്ഞത് ഏരിയ ഒന്ന് കാണിച്ചത് നിങ്ങൾക്കൊന്ന് ബോധം വരാൻ കൂടിയാണ്. അതായത് വലിയ കരുത്തുള്ള രാജാവായി മാറി ആര്? മുഹമ്മദ് അലി പാഷ. സത്യത്തിൽ മുഹമ്മദ് അലി അപ്പൊ എന്നും അത് തെറ്റുമാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ ഭാഷയിൽ അതൊരു ശരിയാണ്. എന്തുകൊണ്ട്? കാത്തു നിന്നാൽ ആ നാട്ടിൽ പുരോഗതി ഉണ്ടാവില്ല എന്നതുപോലെ മുഹമ്മദ് മുസ്തഫ അള്ളാഹുവിന്റെ ഞാൻ അള്ളാഹു ആണെന്ന് പറയാൻ പറ്റില്ല, ഞാൻ റബ്ബാന്ന് പറയാൻ പറ്റില്ല. എന്നാൽ റബ്ബിന്റെ ദൂതന് എന്തും നടക്കും. റബ്ബിന്റെ ദൂതനല്ലേ? 2 ദൂതന്മാർ വഴിയാണ്. റബ്ബിന് എന്തിനാണ് ദൂതന്? ദൂതൻ വഴിയല്ലാതെ എന്താണ് ഇവിടെ റബ്ബ് നടത്തുന്നത്? ഉദാഹരണം ഇംബാത്ത്, മുളപ്പിക്കൽ. അതിന്റെ ആളാരാ? എന്നാ മുളപ്പിക്കുന്ന പണി ആരാ? അള്ളാഹാണ്. പക്ഷെ മുളപ്പിക്കുന്ന ആളാരാ? ഈ കയ്യിലല്ലടോ അലൈഹിസ്സലാം. എന്നാൽ അള്ളാഹു തആലക്ക് എന്തിനാ ഈ കയ്യില്? പക്ഷെ അള്ളാഹു ദൂതൻ വഴിയല്ലാതെ ഒരു കർമ്മം ചെയ്യൂല. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്തെ നേരിട്ട് ചെയ്യുന്ന കാര്യം എന്താ? ഒന്നും ചെയ്യില്ല. ദൂതൻ വഴിയല്ല എന്താ അള്ളാഹു ചെയ്യുന്നത്? ഇഹ്യാ, ജീവിപ്പിക്കലാണ്. ഇവിടെ മരിപ്പിക്കലുണ്ട്. അതാരാണ്? അസ്രായീൽ. അതും ദൂതന്. പേരാർക്ക്? അള്ളാഹ്ക്ക്. ചെയ്യണതാര്? അള്ളാഹു തന്നെ. ദൂതന് കഴിവെടുത്താര്? അള്ളാഹു. ദൂതൻ ചെയ്ത ശരിയാരെന്നെ? അള്ളാഹു. എന്നാ പേരേക്ക ആരിലേക്കാണ്? ഇസ്രായേലിനെ ഞങ്ങളെ നമ്മളെ കൊല്ലാൻ നടക്കുന്ന ആളല്ലെന്ന് പറയാൻ പറ്റൂല. അല്ലാതെ ഖലഖൽ മൗത വൽ ഹയ, അല്ലാതെ ഖലഖൽ മൗത വൽ ഹയ, ജീവിതത്തെയും മരണത്തെയും ഉണ്ടാക്കുന്ന ആളാണ് അല്ലാഹു. എന്നാ അല്ലാഹുവിനക്ക് നേരിട്ട് ഒരാളെ ഏൽപ്പിക്കാൻ കഴിയൂലേ? ആര് കഴിയും? ഉണ്ടാക്കാൻ കഴിയും. ഈ ഇസ്രായേലിനെ ജിബ്രീലിനെ ഉണ്ടാക്കിയത് അല്ലാഹുവല്ലേ. ദൂതൻ വഴിയല്ലാതെ എന്താ അല്ലാഹു ഇവിടെ ചെയ്യുന്നത്? ആരാധിക്കാൻ ഒരു ദൂതനെ നിർത്തി കൊടുത്തിട്ടില്ല എന്ന് വെച്ചാൽ ബാക്കി ഖുർആൻ മുഹമ്മദ് മുസ്തഫാന്റെ കൽബിലേക്ക് അതിനെ ഒരു സെക്കൻഡ് പോലും വേണ്ട. ഭൂമിയിലെ ഒരു സെക്കൻഡ് ചിലപ്പോൾ ഈ ബന്ധത്തിലല്ലാത്ത വേറൊരു ലോകത്ത് കൊല്ലങ്ങളും ഉണ്ടായേക്കാം, നൂറ്റാണ്ടുകൾ ഉണ്ടായേക്കാം. അതിന് ഞാൻ തെളിവും പറഞ്ഞു. എന്ത്? എല്ലായിടത്തും മരിച്ചുപോയി. അത് ഞങ്ങളോട് പറഞ്ഞില്ലേ? ഒരാൾ മരിച്ച് ഖബറിലാക്കി. വലിയ മാത്രമല്ല ഡോക്ടറെ, ഞാൻ പറഞ്ഞോ അല്ലേ എനിക്കറിയില്ല. ഖബറിനടിയിലുള്ള ആളെ ഹയാത്താക്കിയാൽ കം ലഭിക്കും. നിങ്ങൾ എത്ര പറഞ്ഞു? ഒരു ദിവസം ഉണ്ടായില്ല എന്നാ തോന്നുക അവർക്ക്. അപ്പൊ ഖബറിനടിയിൽ തന്നെ നമ്മളെ പള്ളിപ്പറമ്പില് ഒരു 1.5 വിക്കാസിന്റെ അടിയിൽ ഈ കാലല്ല. അവിടെ നമ്മളൊക്കെ നമുക്ക് ആ കാല, നമ്മൾ ഭൂമിയിൽ ജീവിക്കുമ്പോ ആ കാല, നമ്മളെട്ട് മുടിയാൽ ഈ കാലല്ല. നമ്മളെ ഖബറിൽ നിന്ന് എണീറ്റു മഹ്ശറിലേക്ക് വിളിക്കുമ്പോൾ ചോദിക്കുമ്പോ എത്രയും അവിടെ പാർത്ത് പറഞ്ഞു ലഭിക്കുന്ന ഒരു ദിവസോ അതോ 1/2 ദിവസോ ഓർമ്മല്ല, ഒരു 1.5 പിക്കാസ് അടിയിലേക്ക് ഒരാളെ കൊണ്ട് മറവി. അയാൾക്ക് ഒരു ദിവസം കഴിയണമെങ്കിൽ 1000 കൊല്ലം കഴിയും. സ്ഥലകാല ബന്ധങ്ങൾ 2 വിഭാഗത്തിന് 2ആണ്. എന്തിന്? ഞാൻ അതൊക്കെ പോട്ടെ. അസ്ഹാബുൽ കഹ്ഫിനെ ഉറക്കി കിടത്തി. ഒരേ ഭൂമിയിൽ പലർക്കും പല സമയം അസ്ഹാബുൽ കഹ്ഫിനെ ഉറക്കി കിടത്തി. 309 കൊല്ലം കഴിഞ്ഞ് എണീറ്റപ്പോൾ
അത് ചോദിച്ചു എത്രേ, നമ്മളിപ്പോ ഇവിടെ എത്രേ പറത്ത്? അപ്പോൾ പറഞ്ഞു ലഭിക്കണേ യോമനാവും പേർളയവും. ചിലർ പറഞ്ഞു ഒരു ദിവസം ഉണ്ടാവും, നേരത്തോട് നേരമായി. മറ്റൊരു പറഞ്ഞു നേരത്തോട് നേരമായിട്ടില്ല, അത് കുറച്ചും കഴിയണം. നേരത്തോട് നേരം ആയിട്ടില്ല, അല്ല ആയിട്ടില്ല, കുറച്ചും കഴിയണം. നേരത്തോട് നേരം ആയിട്ടില്ല, ഒരു പകലത് കഴിഞ്ഞു, എത്ര ഉള്ളൂ, സമയം എത്ര കഴിഞ്ഞു. ഈ കൂട്ടത്തിൽ ഒരാൾക്ക് പോലും തോന്നിയോ ഒരു കൊല്ലം കഴിഞ്ഞു എന്ന് പറയാൻ? എന്തുകൊണ്ട്? അവർക്ക് ഒരു ദിവസം അപ്പൊ അനുഭവപ്പെട്ടിട്ട് ഇല്ല. അപ്പോൾ ഒരേ ഭൂമിയിൽ രണ്ട് വിഭാഗത്തിന് രണ്ട് സ്ഥലകാല ബന്ധങ്ങൾ. സ്ഥലം ഇവരെ ബാധിച്ചിട്ടില്ല, കാലം ഇവരെ ബാധിച്ചിട്ടില്ല എന്ന് ഞാൻ തെളിവ് പറഞ്ഞുതരാം. ഞാൻ എന്റെ താടിയൊക്കെ ഞായറാഴ്ച നന്നാക്കിയ പിന്നെ തിങ്കളാഴ്ച നന്നാക്കൂല. ഒന്നൊരൊറ്റ താടിയൊക്കെ ഒന്ന് വൃത്തിയാക്കും. തിങ്കളാഴ്ച നന്നാക്കിയാൽ എന്ത് വന്നാൽ ചൊവ്വാഴ്ചയും കൂടെ നോക്കും. എന്തുകൊണ്ട്? ബുധനാഴ്ച ഞാൻ നഖം മുടിയൊന്നും തൊടൂല. ബുധനാഴ്ച മുടി നഖം തൊടാൻ പാടില്ലാത്ത നെസ്സാണ്. എന്തിന്? മുടി നഖം പോലത്തെ ഒന്നും മുടി കളയാ, നാ മുറിക്കുക, അതിനൊന്നും പറ്റാത്ത ദിവസമാണ് ഏത് ബുധനാഴ്ച. ഇത് മാഷായകന്മാര് പറഞ്ഞിട്ടുണ്ട്, എനിക്കത് ഉറപ്പായ വിശ്വാസവും. ഞാൻ ചെയ്യില്ല. വെള്ളപ്പാടുണ്ടാവുമെന്ന് ഉണ്ട്, നിന്റെ ബലവും ബലാബലവും. എനിക്കത് മാഷായകന്മാർ പലരും പറഞ്ഞിട്ടുണ്ട്, മുടിമത്തോടെ. ഞാൻ പണ്ട് നോട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ ബുധനാഴ്ച ചെയ്യാറില്ല. എന്താ കാരണം? കാലബന്ധം നമ്മുടെ മുടിയിലും നഖത്തിലും എന്തുണ്ടാക്കുന്നുണ്ട്? വളർച്ച ഉണ്ടാക്കും. ശരി, പസേബിൾക്ക് പോകും. 309 കൊല്ലം കഴിഞ്ഞിട്ട് നഖം വളർന്നില്ല. 309 കൊല്ലം കഴിഞ്ഞിട്ട് മുടി വളർന്നില്ല, തടി വളർന്നില്ല. 309 കൊല്ലം ഒരാളെ മുടി വളർന്നാൽ എവിടെ ഉണ്ടാവും? അപ്പോൾ പിന്നെ ലഭിച്ചന യോമന എന്ന ഒരു വാക്ക് പറയില്ലല്ലോ. നഖം വളർന്നാൽ എത്ര ഉണ്ടാവും? എന്ത് ഈ സ്ഥലകാല ബന്ധം അങ്ങനെയാണ്. അത് ഇതേ ഭൂമിയിൽ വേറെ സ്ഥലകാല ബന്ധം അള്ള കൊടുക്കാണ്. എന്ത്? അവർക്ക് കാലത്തോട് അള്ള പറഞ്ഞു അവരെ ബന്ധപ്പെട്ടാണ്. അപ്പൊ കാലം അവരെ ബന്ധപ്പെട്ടില്ല. അവര് മാക്സിലില്ല കിടക്കണ്, കബറിന്റെ അടിയിലുമല്ല. എവിടെ? ഭൂമി തന്നെ. മരിച്ചോ? ഇല്ല. വലത്തേക്കും ഇടത്തേക്കും അവരെന്താകുന്നുണ്ട്? തിരിഞ്ഞും മറിഞ്ഞും കിടക്കുന്നുണ്ട്. എന്നിട്ട് ഒന്നും അവർക്ക് പറ്റിയിട്ടില്ല. ചില മിസിലുകളുണ്ട്, ചില ആളുകളൊന്നും എണീക്കും, എല്ലാവരും പിന്നീട് കിടക്കും. അടുത്ത ആൾ എണീക്കും, എല്ലാവരും പിന്നീട് കിടക്കും. അങ്ങനെ ഉണ്ടല്ലോ. പുറഞ്ഞൂടാവുമ്പോ അങ്ങോട്ട് മാറി കിടക്കുമല്ലോ. എത്ര കൊല്ലം കിടക്കണം? 350 കൊല്ലം കിടക്കട്ടെ, ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പൊ അള്ളാഹു ഈ ഭൂമിയിൽ തന്നെ കാലത്തോട് കൽപ്പിച്ചു, കാലമേ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് സ്വപ്നം കണ്ടാന്ന് പറഞ്ഞ വിട്ടിയാൽ അവരെന്നെ തിരുത്തി. അവരിൽ തന്നെ 90% തിരുത്തി. ഒരു കാലത്ത് നമ്മൾ അത് യുദ്ധം ചെയ്യും. പ്രഗത്ഭനായ കോഴിക്കോട്ടെ പ്രഗത്ഭനായ ഒരു വഹാബി നേതാവ് നമ്മളിവിടെ ഒരു മേറാജിന്റെ ഒരു ശാസ്ത്രീയത പറഞ്ഞപ്പോൾ ആ പ്രഭാഷണം ഞാൻ പലതവണ കേട്ടിട്ടുണ്ട് എന്ന് ഒരിക്കലും എന്നെ വിളിച്ചു. അത് സംഭവിക്കാവുന്ന സാഹചര്യം. ഞാൻ അവിടുന്ന് പോവാണ്. ഞാൻ അത് എക്സ്പയർ ആക്കി. എന്ത്? മേറാജിനെ പറ്റി അന്ന് പറഞ്ഞ പ്രസംഗം എക്സ്പയർ ആയി പോയിട്ടുണ്ട്. മനസ്സിലായ? ഇതിലൊക്കെ ഞാൻ അതും സ്ഥലകാലത്തോട് ബന്ധപ്പെടുത്തിയ പറഞ്ഞു. ഞാൻ പറയാ, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇവിടുന്ന് ഉയർന്നു പോയി. അപ്പൊ ഇവിടുത്തെ ബന്ധമല്ല പിന്നെ അവിടെ ഉള്ളത്. അത് സിദ്റത്തുൽ മുൻതഹയിൽ പോയി തിരിച്ചെത്തിയാൽ ഇവിടെ ഒരു സെക്കൻഡ് കഴിഞ്ഞിട്ടുണ്ടാവില്ല. അത് ഞാൻ ചില വിലായത്തിന്റെ അവലികാരുടെ സംഭവം പറഞ്ഞു. ഒരു വ്യക്തി അംഗീകരിക്കാൻ കഴിയില്ല. ഒരു വ്യക്തി ഒരു വലിയ ഒരു ജനതയെ ഇവിടെ ഇരുത്തും, എന്നിട്ട് പോവും. എന്നിട്ട് വേറൊരു ഏരിയയിൽ പോയിട്ട് കല്യാണം കഴിച്ച് കുട്ടികളുണ്ടായിട്ട് 70 കൊല്ലം കഴിഞ്ഞിട്ട് ഈ സദസ്സിലേക്ക് തിരിച്ചു വന്നു. സദസ്സ് പിന്നിട്ടുണ്ടാവില്ല. അങ്ങനത്തെ സംഭവങ്ങൾ ഞാൻ താരീഖിൽ കണ്ടിട്ടുണ്ട്. പറയില്ല, പറഞ്ഞ ഞങ്ങൾ അംഗീകരിക്കൂല. ഞാൻ അംഗീകരിക്കും, ഞാനതൊക്കെ അംഗീകരിക്കും. എന്തുകൊണ്ട്? അത് എല്ലായിടത്തും ഒരു ബന്ധമില്ല. നിങ്ങൾ പറഞ്ഞ മനസ്സിലായോ? അപ്പൊ എന്നതുപോലെ ഇവിടെ കാര്യം എന്താണ്? എല്ലാം ചെയ്യുന്നത് ആരെങ്കിലും, നടത്തുന്നത് അള്ളാഹുവിന്റെ ദൂതന്മാരാണ്. അവർക്ക് ദൈവമാകാൻ പറ്റൂല, പടച്ചോനാകാൻ പറ്റൂല. ബാക്കിയോ അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹു എനിക്ക് നൽകിയ സമ്മതത്തിന്റെ അടിസ്ഥാനത്തിൽ നീ എനിക്ക് ഇൻഷാ അല്ലാഹ് ഇല്ല, കുമ്പി ഇതിനില്ല, ഇൻഷാ അല്ലാഹ് ഇല്ല, കുമ്പി ഇതിനില്ല. നീ ഉദ്ദേശിച്ചവരെ അവ ചുരുക്കത്തിൽ നമ്മൾക്ക് നമുക്ക് വളരെ കുറഞ്ഞ വേനയുള്ളൂ. നമുക്കതിനെ പറ്റി അറിയില്ല, നമുക്കതിനെ പറ്റി അറിയില്ല. അപ്പൊ ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്തെന്നാൽ, ഞാൻ റബ്ബാണ് എന്ന് പറയൽ അവർക്ക് നടക്കൂല. നമുക്ക് അംഗീകരിക്കാൻ നമുക്കത് വിവരമില്ല. ബഹുമാനപ്പെട്ട അബുൽ ഹസൻ അശ്ശാദുലി റളിയല്ലാഹു അൻഹു ഒരാൾക്ക് ത്വരീഖത്ത് കൊടുത്തതിന് ശേഷം അയാളോട് പറഞ്ഞു, പേടിക്കണ്ട, ഈ ഔറാദ് നീ കൃത്യമായി കൊണ്ടുവരണം, മതി, ഇഞ്ഞോട് ചിന്നെ വിളിച്ചു, ഞാനാണ് ഉണ്ടായിക്കോളാം. അപ്പൊ അയാളെ മനസ്സിൽ ശക്തരും, നിങ്ങൾ വിളിച്ചാൽ കേൾക്കണ ദൂരത്തൊക്കെ ആണെങ്കിൽ നിങ്ങളുണ്ടോ, നിങ്ങൾ ഇവിടുന്ന് ഉണ്ടാകാനാ? അത് കഴിഞ്ഞു ഇയാൾ ഔറാദൊക്കെ കൊണ്ടുനടക്കും. അങ്ങനെ ഒരിക്കലും ഒരു കപ്പൽ യാത്രയിൽ കപ്പൽ മുങ്ങിപ്പോയി. കപ്പൽ മുങ്ങിപ്പോയപ്പോ ഇയാൾ മുങ്ങി ഉപ്പുള്ള നേരെ കുടിച്ച് പൊങ്ങിയ പോർമ ഉണ്ട്. എന്ത്? ഞാൻ കുടുങ്ങോടുത്ത് വിളിച്ച ഞാൻ ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ.
അപ്പോഴത്തിന് മൂർത്താവുമ്പോൾ പിടിച്ച് അടുത്ത കപ്പലിൽ കയറ്റി പിടിച്ച്. പിന്നെ ശൈഖിനെ കണ്ടതുമില്ല. ഇത് ഇമാം ഷാറാനി ഈ സംഭവം രേഖപ്പെടുത്തിയിട്ടുണ്ട്. തായിഫിലോ യവാഖത്തിലൊക്കെ ഈ സംഭവം ഉണ്ട്. ഞാൻ കണ്ടിട്ടൊക്കെ കിതാബിന്റെ വീട്ടിൽ. പിന്നെ കുറെ സമയങ്ങൾ കഴിഞ്ഞിട്ട് കപ്പലൊക്കെ ഇറങ്ങി. പിന്നെ സൗകര്യത്തിന് ഇയാള് ഒരിക്കൽ അബുൽ ഹസൻ തങ്ങളെ മുന്നിലേക്ക് ചെല്ലാണ്. ആദ്യം ഓർമ്മ ഉണ്ടായിരുന്നില്ലല്ലേ, കുറച്ച് വെള്ളം കുടിച്ചില്ലേ, ധാരാളം. ആദ്യം കപ്പൽ പൊളിയുന്ന കണ്ടാൽ തന്നെ എന്നെ കുടിച്ചാൽ മതി, എന്നാ പിന്നെ എന്ത് വേണ്ടി വരില്ലായിരുന്നു, വെള്ളം കുടിക്കണ്ടില്ലായിരുന്നു. ആദ്യം ഓർമ്മ ഉണ്ടായിരുന്നില്ലല്ലേ, കുറച്ച് വെള്ളം കുടിച്ചില്ലേ, സാരല്ല. മമ്പർത്ത് തങ്ങൾ പാപ്പയെ ഇപ്പോൾ ആവശ്യത്തിന് വേണ്ടി ചിലർ ഉപയോഗിക്കുന്നു. ഇതേ മമ്പർത്ത് തങ്ങൾ പാപ്പ എന്ത് ചെയ്ത്, ചൂട്ട് കെട്ടിയിട്ട് എന്ത് ചെയ്ത് മമ്പർത്ത് പള്ളിയുടെ മുകളിൽ കയറി മിന്നാൻ പറഞ്ഞു. ചൂട്ട് കെട്ടിയിട്ട് മിന്ന. ഇശ നിസ്കാരം കഴിഞ്ഞ ആളുകൾ ജമാഅത്തിന് കഴിഞ്ഞ് പോകുമ്പോൾ പെട്ടെന്ന് പറഞ്ഞ് വേഗം ചൂട്ട് കെട്ടിനാണ്, തീ കുടിക്കുന്ന ചൂട്ട് കെട്ടി തീ കുടിച്ച്. ഇനി എന്താ വിഷയം, ഒരാൾ ആ തെങ്ങുമ കയറിയിരുന്നു, തെങ്ങുമ കയറിയിട്ട് മിന്നി ഇറങ്ങി ആളുകൾ പോവുകയും ചെയ്തു. കുറെ ദിവസങ്ങൾക്ക് ശേഷം കപ്പല് പരപ്പനങ്ങാടിയോ താനോടിയോ എവിടെയോ കപ്പൽ അടുപ്പിച്ച ജനങ്ങൾ എവിടെ വന്നു, അവരെവിടുന്നോ വരികയാണ്. ഏതോ നാട്ടിൽ നിന്ന് വരിക. പറഞ്ഞു ദിശ നഷ്ടപ്പെട്ടു. 3 രാത്രികൾക്ക് മുമ്പ് ഞങ്ങൾക്ക് ദിശ നഷ്ടപ്പെട്ടു. ദിശ നഷ്ടപ്പെട്ട ഒരു ഗതിയില്ല. അവസാനം ഞങ്ങൾ ഒരു ഭാഗത്ത് നിന്ന് ചൂട്ട് പിന്നെ കണ്ടു. അത് കരയാൻ മനസ്സിലാക്കി ഇവർക്കത് നടക്കാം. എന്തുകൊണ്ട് റഹ്മാൻ മുഖറബീങ്ങളാണ്, അവർക്ക് നടക്കാതിരിക്കാൻ പറ്റൂല. എന്തുകൊണ്ട് ഇവർക്കൊക്കെ ഇത് നടക്കുമെങ്കിൽ ഹബീബാനിന്റെ അവസ്ഥ എന്തായിരിക്കും, അള്ളാന്റെ ഹബീബിന്റെ അവസ്ഥ എന്തായിരിക്കും? ഇത് മനസ്സിലാക്കിയ ആളുകളാണ് മങ്കൂസ് മൗലൂദ് വ്യാപിപ്പിച്ചത്. മങ്കൂസ് മൗലൂദിന്റെ ചരിത്രവും ഇൻഷാ അല്ലാഹ് ഒരു പ്രഭാഷണമായി ഈ കൊല്ലം നല്ല പറയും. പെട്ടിയിലുണ്ടാണ്ട് സാധനം മങ്കൂസ് മൗലൂദ്. എപ്പോൾ ബാഗിൽ ഒരു നമ്മുടെ ഒരു സ്വന്തം സാധനമാണ് മങ്കൂസ് മൗലൂദ്. ഒരു 20-25 മിനിറ്റ് ഒരു മങ്കൂസ് മൗലൂദ് തീരാൻ 25 മിനിറ്റ് മതി. എന്തുകൊണ്ട്? ദാഫിഉൽ ബലാ. നീ ഇത് കഴിഞ്ഞാൽ ഉടനെ മുഴുവൻ പറയുന്നത് ബലാ ഉയർത്താനാണ്. മങ്കൂസ് മൗലൂദിന്റെ ദുആ എന്താ? സ്വലാത്തൻ തുൻജീനാ ബിഹാ മിൻ ജമീഇൽ അഹ്വാലി വൽ ബലിയാത്ത് വതുസല്ലിമുനാ ബിഹാ മിൻ ജമീഇൽ അസ്ഖാം രോഗം വൽ ആഫാത്ത് വതുതസ്സിറുനാ ബിഹാ മിൻ ജമീഇൽ സയ്യിആത്ത് വതഗ്ഫിറു ലനാ ബിഹാ ജമീഅൻ തർഫഉനാ ബിഹാ ഇൻദക ഇല الدرجات وتبلغنا بها أقصى الغايات من جميع الخيرات في الحياة وبعد الممات. അപ്പൊ ആപത്ത് തടയുക, ആഗ്രഹങ്ങൾ എത്തിക്കുക. ഇത് ചെല്ലിയാൽ നിന്റെ ആവശ്യങ്ങളെല്ലാം നമ്മൾ വേണമെന്ന് വിചാരിച്ചാൽ നിറവേറും. വേണമെന്ന് വിചാരിച്ചാൽ നിറവേറും. വേണമെന്ന് വിചാരിച്ചിട്ടില്ലെങ്കിൽ പറഞ്ഞിട്ട് കാര്യമായി. അങ്ങനെയാണ്. അതേത് കാര്യം അങ്ങനെയാണ്. ഏത് കാര്യവും വിശ്വാസമാണ് എന്തിന്റെ അടിസ്ഥാനം. നിങ്ങൾക്ക് മങ്കൂസ് മൗലൂദ് ഓടിയാൽ കാര്യം സത്യല്ലേ? നിങ്ങൾക്ക് മങ്കൂസ് മൗലൂദ് ഓടിയാൽ കാര്യം നടക്കും എന്ന് തോന്നിയാൽ വിശ്വാസമില്ലാതെ ഇതൊന്നും നടക്കില്ല. മനുഷ്യന് അവന്റെ മനസ്സ് തീരുമാനിക്കും. മനസ്സ് തീരുമാനിച്ച ഒക്കെയാണ് മനസ്സ തീരുമാനിക്കുന്നത്. ഞാൻ എന്റെ മോളെ MBBS പഠിക്കാൻ വേണ്ടിയിട്ട് എന്റെ പൈസ ഇല്ല. ഞാൻ ഹൈദരാശി അവിടെ ഞങ്ങളെടുത്ത് പോയി പറഞ്ഞു, ഞങ്ങളെ മകൾക്ക് MBBS പഠിക്കണമെന്നുണ്ട്, എൻട്രൻസ് ഒക്കെ എഴുതിക്കണം. അപ്പൊ അതുകൊണ്ട് ആ പ്രാവശ്യമാട്ടെ കീം റബ്ബി നീറ്റിൽ എഴുതാൻ പോകും. നീറ്റിൽ എഴുതിയപ്പോൾ റാങ്ക് കുറച്ച് പുറകോട്ട് പോയി. കേരളത്തിൽ കിട്ടൂല, മെല്ലെ പോണ്ടിച്ചേരി തമിഴ്നാട്ടിലൊക്കെ കിട്ടുള്ളൂ. പെൺകുട്ടിയൊക്കെ പുറത്ത് അയക്കാൻ പറ്റൂല. ഞാൻ മെല്ലെ എന്ത് ചെയ്ത് ഹൈദരാശി അവിടെ കൂടെ പോയി പറഞ്ഞു, തങ്ങൾ എന്റെ ഇങ്ങനെ കുട്ടിക്ക് ഇങ്ങനെ ആവശ്യം, തങ്ങൾ പറഞ്ഞാൽ മതി, വേറെ എന്തെങ്കിലുമൊക്കെ ചെറിയ കോഴ്സ് വന്നി അവിടെ തങ്ങളെ വരണാൽ മതി. എന്നാ പിന്നെ നമ്മളെ പൂജ്യം പോവുകയും ചെയ്യും, എനിക്ക് വലിയ ചിലവൊന്നും ഉണ്ടാവില്ല. അപ്പോ ആയിക്കോട്ടെ, തങ്ങൾ അപ്പ ആയിക്കോട്ടെ, നമ്മൾ കുട്ടീനെ കൊണ്ടുവന്നു. ബാപ്പ, ഉമ്മ, ഞാന്, കുട്ടി പണക്കെടും. ചെന്നപ്പോ തങ്ങൾ ഉള്ളിലെ റൂമിൽ കയറ്റി. നമ്മളെ കണ്ടാസനെ കെട്ടിക്കാൻ നേരെ വൈകിട്ടൊന്നുമില്ലല്ലോ, പഠിക്കാൻ പോവുകയാണെങ്കിൽ പഠിച്ചോട്ടെ. നമുക്ക് ഏതായാലും ഇവിടെ KMCC മെഡിക്കൽ കോളേജ് ഒക്കെ വരുന്നുണ്ട്. ഇപ്പൊ മുസ്ലിം ഡോക്ടർമാർ പെണ്ണുങ്ങൾ ആവശ്യമുണ്ട്. ഫാറ്റിഹാ നീ ഒപ്പില്ലല്ലോ. അപ്പൊ ഞാൻ ഫാറ്റി കീശിന്നോ വലിപ്പൊന്നോ ഉറപ്പില്ല, വലിപ്പോ കീശയോ രണ്ടാലൊന്നാണ്. തുറന്നിട്ട് എന്ത് ചെയ്തു, 1000 ഉറുപ്പിന്റെ അടുത്ത് പൈസ കണ്ടേക്കോളും. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇറങ്ങാൻ പുറപ്പെട്ടപ്പോ പോകാനായില്ലാറും ഒരു കുട്ടീനെ കൊണ്ട് മീത്താത്താൻ എടുത്ത് പോയിട്ട് MBBS പഠിക്കാൻ പോകണം. നമ്മളെ ഖാസിമിന്റെ കുട്ടിയാണ്, നിങ്ങൾ അതിനെ കയ്യിട്ടെന്തെങ്കിലും കുടിച്ചു കൊടുക്കുന്നത്. മീത്താത്താൻ അതിനെ കുറിച്ചു. എന്തെങ്കിലും പൈസ ഇല്ല, പൈസ നാട്ടിൽ തന്നു, പൈസ നാട്ടുകാർ തന്നു, ഒക്കെ കൊടുക്കാനാണ്. എന്റെ അന്നൊന്നുമില്ല, പൈസ ഇല്ല. ഞാൻ പൈസ ഇല്ലാന്ന് വാപ്പാനോട് പറഞ്ഞപ്പോ ഒരു ഭൂമി വിറ്റുകൊടുത്തോളാം. ആ ഭൂമി അന്നും വിൽക്കാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷെ തങ്ങളൊരു കാര്യം പറഞ്ഞാൽ അത് നടക്കും. ഈ ഭൂമിയിൽ ചരിത്രത്തിൽ എന്തെങ്കിലും ഇനി ഒന്ന് തിരുത്തി വെക്കാൻ ഒരവസരം തന്നാൽ അല്ലാഹു സുബ്ഹാനഹു ഞാൻ പറയാം, എന്റെ തങ്ങൾക്ക് പഠിച്ചോ 25 കൊല്ലം കൂടി കൊടുക്കുന്നത്. ആ മനുഷ്യൻ ബോധത്തോടു കൂടി 25 കൊല്ലം കൂടി നീണ്ടു നിന്നാൽ തീരാത്ത പ്രശ്നം മലയാളത്തിൽ മുസ്ലിങ്ങൾക്കുണ്ടാവും. ഇപ്പോഴത്തെ മഹദീമ പ്രശ്നം വിചാരിച്ച ആളല്ല. എനിക്കൊരു ഉറപ്പുണ്ട്, എന്റെ അടുത്ത് ഒന്നുമില്ലേ, പൈസയൊക്കെ മനസ്സിലുണ്ട്, കടം തന്നതാ.
ആരും ചോദിക്കാതാണ്. നമുക്കൊരു വിശ്വാസം ആരെ അവിടെ സയ്യിദിനെ ഞാൻ വിശ്വസിച്ചു. സയ്യിദ് ഹബീബ റസൂലുള്ളാഹിനെ അള്ളാഹു വിശ്വസിക്കാൻ വേണ്ടി മാധ്യമമുണ്ട്. ആര് ഇവിടെ റസൂലുള്ളാഹിന്റെ പേരെ കുട്ടിയില്ലേ? റസൂലുള്ളാഹിന്റെ പേരെ കുട്ടി പറഞ്ഞേ നമുക്ക് ആവശ്യമുണ്ട് കുട്ടീനെ. ശ്യാമനങ്ങൾ വന്ന 500 ഒരുപാട് 500 പേര് കെട്ടിച്ചിട്ടുണ്ട്. ഓരോ ആവശ്യം തങ്ങൾ പാപ്പ പോയി പറയും. അപ്പൊ തങ്ങൾ 500 റുപ്യ ഒരു 50 റുപ്യ 100 റുപ്യ പാപ്പയുടെ കെട്ടിയേക്കും. ചിലപ്പോ എന്തെങ്കിലും ഒരു വിഷയത്തിനായിരിക്കാം അവിടെ പോയി പറയും. തങ്ങൾ പൈസ കൊടുക്കും, അതോടെ കെട്ടിയേക്കും, കാര്യം നോക്കും. ആ പൈസ എടുത്തിട്ടില്ല, ആ പൈസ ഇന്നും എടുത്തിട്ടില്ല. ഒരു വിശ്വാസം ആരെ സയ്യിദിനെ വിശ്വാസം. ആ സയ്യിദിൽ നമ്മൾ ആ സയ്യിദിനെ കാണുന്നത് പാലക്കാട് സാദാത്യങ്ങളുടെ വിശ്വാസം. അവരാരും പേരെ കുട്ടിയാ ഹബീബായ നബിയുടെ. ഇവിടെ പ്രശ്നങ്ങൾ ഇപ്പോഴും അവരെ പോയി തന്നെ തീരുന്നത്. പ്രശ്നം തീർക്കുന്ന ആരെന്നെ? മുത്തുനബി. യഥാർത്ഥ പ്രശ്നം തീർക്കുന്ന ആരുമാണ്? അല്ലാഹുവാണ്. അത് മനസ്സറിഞ്ഞ പറഞ്ഞോ. തങ്ങൾക്ക് ഒരു 25 കൊല്ലം കൂടി ഉണ്ടെങ്കിൽ കേരളീയ മുസ്ലിമത്തെ ഒന്നും പേടിക്കാനില്ല. അദ്ദേഹം ഒന്നും ചെയ്യണ്ട. അത് മനുഷ്യനെ അവിടെ ജീവിച്ചാൽ മതി. അതുപോലെ നട്ടേനി നമുക്ക് വരാനില്ല. മരിച്ചാൽ നമുക്ക് മനസ്സിലാവും. അല്ലാഹു ദീർഘായുസ്സ് കൊടുക്കട്ടെ. പക്ഷെ മരിക്കണല്ലോ, മരിക്കണ്ടേ? ആ മനുഷ്യൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു 10 കൊല്ലം ആയുസ് കൊടുത്താൽ മുസ്ലിം ഉമ്മത്തിന് ഒരു പേടി ഉണ്ടാവില്ല. അല്ലാഹു അവരൊക്കെ ദർജകൾ ഏറ്റി കൊടുക്കട്ടെ. അദ്ദേഹം വലിയ റഹീമുൽ ഖൽബാണ്, വലിയ ഖൽബിൽ റഹ്മത്തുള്ള ആളാണ്. അദ്ദേഹം പൊട്ടിക്കരയുന്നത് ഞാൻ പലപ്പോഴും പേഴ്സണൽ കാര്യത്തിൽ പൊട്ടിക്കരയുന്നത്, എന്റെ പേഴ്സണൽ കാര്യത്തിൽ പൊട്ടിക്കരയുന്നത് എന്റെ പേഴ്സണൽ കാര്യത്തിൽ തങ്ങൾ കരഞ്ഞിങ്ങനെ കണ്ണുനീര് കരയുന്നത് എന്റെ കണ്ണിൽ അല്ലാഹു മഷ്ഹദ്, അല്ലാഹു സാക്ഷിയാണ്. ഞങ്ങളുടെ കേരളത്തിൽ ആയിരക്കണക്കായ മഹല്ലുകൾക്ക് കാലിയായ മനുഷ്യൻ നമ്മളൊരു കാര്യം പോയി പറഞ്ഞ കരയുടെ ആവശ്യം എന്താ? ഹൃദയത്തിനുള്ള നന്മയാണ്. ഭയങ്കര എന്നാൽ ചൂടാവും, സസിലിട്ട ചൂടും, ഭയങ്കര സ്നേഹിക്കും, ഉള്ളിന്റെ ഉള്ളിൽ ഭയങ്കര സ്നേഹം. അല്ലാഹുവിനെ എന്തുകൊണ്ട് റഹീമുൽ ഖൽബായ ഹബീബാ നബിന്റെ പേരക്കുട്ടിയാണ്. നമുക്കിനി ഒരാളെ കിട്ടൂല എന്നല്ല, പക്ഷേ ഈ ആൾക്ക് വലിയ പരിചയം. ഞങ്ങൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു ഓർമ്മ, ഒരു ചെറുപ്പക്കാരൻ മരിച്ചാൽ എനിക്ക് ദുഃഖണ്ട പറഞ്ഞ, വയസ്സം മരിച്ചാൽ എനിക്ക് ദുഃഖമുണ്ട്. എന്തുകൊണ്ട്? അതിൽ ചെറുപ്പം നഷ്ടപ്പെട്ടു പോയാൽ നഷ്ടപ്പെട്ടു. ഇനിയുള്ളവർക്ക് പഠിച്ചിട്ടുണ്ട്, തങ്ങൾക്കൊന്നും പഠിക്കാനില്ല. റഹ്മത്തുള്ള ആരാണെന്നോ, മറ്റേ ആൾ ആരാണെന്നോ, മറ്റേ ആൾ ആരാണെന്നോ, ക്രിസ്ത്യാനി ആരാണെന്നോ, ഹിന്ദു ആരാണെന്നോ, മുസ്ലിം ആരാണെന്നോ ആർക്കറിയും? ഓരോരുത്തരും ഓരോരുത്തരും അവരുടെ അവസ്ഥയിൽ സംസാരിക്കാൻ ആർക്ക് കഴിയും? ഇങ്ങനെയുള്ളവർ പഠിച്ചിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ദീർഘായുസ്സ് കൊടുക്കട്ടെ. അപ്പൊ ഇവിടെ ദാഫിഉൽ ബലാ ഒരു ക്ലാസ് എടുത്തിരുന്നു. ദാഫിഉൽ ബലാ ഇപ്പോഴും ആരെന്നെയാണ്? മുഹമ്മദ് മുസ്തഫ. ഈ പ്രശ്നങ്ങളോട് പരിഹരിച്ചിട്ടുണ്ടെങ്കിൽ കാരണക്കാരൻ ആരെന്നെയാ? ഹബീബായ മുഹമ്മദ് മുസ്തഫ. ഇപ്പോഴും ദാഫിഉൽ ബലാ ആരാണ്? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അൽ-ഫാത്തിഹ. എല്ലാം അല്ലാഹു തആല റാഹത്താക്കി തരട്ടെ. ആമീൻ റഹ്മതിക യാ റഹ്മാൻ റഹീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. എല്ലാം എല്ലാ പ്രയാസത്തിനും അല്ലാഹു എല്ലാം ഖൈറിലാക്കി തരട്ടെ. എപ്പോഴും ദുആ ചെയ്യും, അല്ലാഹുവോട് എപ്പോഴും ദുആ ചെയ്യും. വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്ത് തീർക്കേണ്ടതുണ്ട്. നമുക്ക് എല്ലാവരും ഒരുമിച്ച് നിൽക്കണം. എന്തായാലും വലിയ പ്രയാസങ്ങൾക്ക് പരിഹരിക്കണം. നമ്മളാൾക്കാരും നമുക്ക് ചെയ്യണം. ഒരുമിച്ച് സമുദായത്തിലുണ്ടാവും. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. എല്ലാ പ്രയാസങ്ങളും പരിഹരിക്കട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഒരു താത്ത എന്ന് ഞാൻ നടന്നുമ്പോൾ ക്ലാസ്സിന് വളരെ മുന്നിൽ നിൽക്കുന്ന സഹോദരി, അവരുടെ കുട്ടിയുടെ കല്യാണം കഴിച്ച് പുതിയാപ്പിളയുടെ പിടുക്കത്തിലാണ് ഒരു തലാഖിനെന്നാണ് ഭീഷണിപ്പെടുത്താൻ ഒക്കെ പരിഹരിച്ചു കൊടുക്കുന്നത്. ആ കുട്ടിയെ പെണ്ണ് ആ ചങ്ങായിന്റെ കീഴിൽ നിൽക്കുന്ന ഒരു ഖൈറുണ്ടെങ്കിൽ അവർക്ക് ഖൈറായ ജീവിതം കൊടുക്കണമെന്നുണ്ട്. അതല്ല വേറെന്താണ് ഖൈർ? ഖൈർ അറിയുന്നവൻ നീയാണ്. ഖൈറിലേക്ക് നീ ചേർത്ത് കൊടുക്കണമെന്നുണ്ട്. നമുക്കൊന്നും അറിയില്ല, ഒക്കെ നീയെ അറിയും. ഖൈർ തരണമേ റബ്ബേ. വെട്ടലാണെങ്കിലും കെട്ടിക്കലാണെങ്കിലും നിക്കാഹാണെങ്കിലും തൊലാഖാണെങ്കിലും ഒക്കെ അത്രയിലൊക്കെ പറയേണ്ടത് റബ്ബാണ് ഖൈറിന് തരേണ്ടത്. റബ്ബിന് വിട്ടുകൊടുക്കണം, എപ്പോഴും റബ്ബിന് വിട്ടുകൊടുക്കണം. നിക്കാഹാണെങ്കിൽ തൊലാഖാണെങ്കിൽ ഗൾഫ് പോക്ക് വരെയും ഞാൻ ഉപദേശിക്കുന്നു. ഖൈറാണെങ്കിൽ നടത്തി തരണം. അല്ലാഹു ഖൈറാണെങ്കിൽ നടത്തി തരട്ടെ. അല്ലാഹു നല്ല മനസ്സറിഞ്ഞ ആമീൻ പറയും. ഖൈറാണ് അല്ലാഹു ചേർത്ത് തരട്ടെ. അല്ലാഹുവിനെ വിശ്വസിച്ചാൽ ഒരു പേടിയും വേണ്ട. റബ്ബിനെ വിശ്വസിച്ചാൽ ഒരു പേടിയും വേണ്ട. ഈ നേതാക്കന്മാർക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഞങ്ങൾ ഈ കാക്കണമേ റബ്ബ്. അങ്ങനെ കൃഷ്ണമണി പോലെ ഞങ്ങളുടെ നേതാവാണ് സ്നേഹിതൻ അവർക്ക് നീ ദീർഘായുസ്സ് കൊടുക്കണമേലും ഇട്ട് കൊടുക്കണമേലും ഒക്കെ സമുദായത്തിന് നേതാവാകും. വലിയ ഒരാളാണ്, അവർക്ക് നീ വലിയ ദീർഘായുസ്സ് കൊടുക്കണമേ. സീതന്മാര് സദ്യക്ക് ആരിഫ്യങ്ങൾ മുഅ്മിനീങ്ങൾ ഒക്കെ നീ ഖൈറിനെ കൊടുക്കണമേ. അല്ലാഹു പെണ്ണുങ്ങൾക്കൊക്കെ അല്ലാഹു കുട്ടികൾക്കൊക്കെ നല്ല പുതിയാപ്പന്മാരെ കൊടുക്കണമേ റബ്ബേ. ഇന്ന് വിവാഹിതയാവുന്ന കുട്ടിക്കടക്കം ഖൈറായ ജീവിതം കൊടുക്കണമേ റബ്ബേ. ചതിയിലും പെടാതിരിക്കാൻ വേണ്ടി ദ്വാരക്കും എന്ന് പറഞ്ഞിട്ട് ചതിയിലും പെടാതെ ഞങ്ങളെ കുട്ടികൾക്കൊന്നും ഒക്കെ ഞങ്ങളെ പെങ്ങന്മാരും ഞങ്ങളെ കുട്ടികളുമാണ് ഓരോ ശരീരം അവരൊക്കെ നീ കാത്തിരക്ഷിക്കണമേ റബ്ബേ. വിവാഹബന്ധത്തിനൊക്കെ ഖൈർ കൊടുക്കണമേ റബ്ബേ. ഞങ്ങളെ കുട്ടികൾ ഞങ്ങൾക്കൊക്കെ ബർക്കത്ത് ചെയ്യണമേ റബ്ബേ. മക്കൾക്ക് നാഫിയ ഇൽമ കൊടുക്കണമേ റബ്ബേ. ഒരു ചതിയന്മാരും ഞങ്ങളെ കുട്ടികളെ പിന്നാലെ കൂടരുതേ പഠിച്ചു. ഒരു ചതിയന്മാരും ഞങ്ങളെ കുട്ടികളെ പിന്നാലെ കൂടരുതേ റബ്ബേ. എല്ലാ ചതിയന്മാരെ തൊട്ടും ഞങ്ങളെ കുട്ടികളെ നീ കാത്തിരക്ഷിക്കണമേ റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ.